നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മധുരയിൽ പ്രൗഢഗംഭീരമായിട്ടായിരുന്നു CPMന്റെ പാർട്ടി കോൺഗ്രസ് തിരിതെളിഞ്ഞത്. എല്ലാ നേതാക്കളും ഒത്തുകൂടി പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള നീക്കങ്ങളെക്കുറിച്ച് ചർച്ച ആരംഭിക്കുകയായിരുന്നു. എന്നാൽ തുടക്കത്തിൽ തന്നെ കല്ലുകടിയായിരുന്നു. പാർട്ടിയുടെ സമ്മേളനങ്ങൾ എവിടെ നടന്നാലും അവിടെയെല്ലാം ഇതുപോലെ വിവാദ നായകന്മാർ കയറി ഇറങ്ങി നിരങ്ങും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. എന്നാൽ വിഷയം അതിഗംഭീരമായി കൈകാര്യം ചെയ്തത് MA ബേബി ആയിരുന്നു. ഉടൻ തന്നെ രാജേഷ് കൃഷ്ണയെ ചവിട്ടി പുറത്താക്കുന്ന ഒരു നിലപാടങ്ങ് സ്വീകരിക്കുകയായിരുന്നു. ഈ രാജേഷ് കൃഷ്ണയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അതായത് MV ഗോവിന്ദനും കുടുംബത്തിനും വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഒരുപാട് കേസുകളിൽ പ്രതിയുമാണ്, ആരോപണ വിധേയനുമൊക്കെയാണ്. അതായത് ഹവാല മുതൽ ഒരുപാട് സാമ്പത്തിക ഇടപാടുകളിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആളാണ് ഈ രാജേഷ് കൃഷ്ണ. രാജേഷ് കൃഷ്ണയെ പുറത്താക്കിക്കൊണ്ട് MA ബേബി വലിയ കയ്യടി നേടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഈ രാജേഷ് കൃഷ്ണയെ ചവിട്ടി പുറത്താക്കാൻ ചരട് വലിച്ചത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതിന് MA ബേബിയെ കൃത്യമായി ഉപയോഗിച്ചു അത്രേ. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി UK-യിൽ നിന്നെത്തിയ രാജേഷ് കൃഷ്ണയെയാണ് മടക്കി അയച്ചത്. ഇത് വലിയൊരു വിവാദത്തിനൊക്കെ വഴിവെച്ചിരുന്നു. MV ഗോവിന്ദൻ അതിൽ അതൃപ്തനുമായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രി അറിയാതെയാണ് ഇയാൾ സമ്മേളന പ്രതിനിധിയായത് എന്നായിരുന്നു വിവരങ്ങൾ. PV അൻവറുമായുള്ള രാജേഷിന്റെ അടുപ്പവും സാമ്പത്തിക പരാതികളും ഏറെ വിവാദമായിരുന്നു. സിനിമാ നിർമ്മാതാവ് കൂടിയായ രാജേഷ് കൃഷ്ണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മധുരയിൽ കാലുകുത്തിയപ്പോൾ തന്നെ ഉടനെ തന്നെ തിരിച്ചു പറഞ്ഞയക്കുകയായിരുന്നു. പത്തനംതിട്ടയായ രാജേഷ് ബ്രിട്ടനിലെ CPM സംഘടനയായ AICയെ പ്രതിനിധീകരിച്ചാണ് പാർട്ടി കോൺഗ്രസിലെത്തിയത്. പത്തനംതിട്ടയിലെ മുൻ SFI ഏരിയ സെക്രട്ടറിയായ രാജേഷ് ബ്രിട്ടനിൽ സ്ഥിരതാമസക്കാരനാണ്. എങ്ങനെയാണ് രാജേഷ് സമ്മേളന പ്രതിനിധി ആയത് എന്നതടക്കം CPM പരിശോധിക്കുന്നുണ്ട്. CPM നേതാക്കൾ ലണ്ടനിലെത്തിയാൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ മുന്നിൽ നിൽക്കുന്നത് ഈ രാജേഷാണ്. ഇനി ആ സൗഹൃദം പാടില്ലെന്ന് പാർട്ടി സഖാക്കൾക്ക് നൽകുന്ന നിർദ്ദേശമായി മാറുകയാണ് മധുരയിൽ നിന്നുള്ള ഈ തിരിച്ചയക്കൽ. കേന്ദ്ര കമ്മിറ്റിക്ക് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെ മടക്കി അയക്കാൻ സംഘടനാ ചുമതലയുള്ള MA ബേബി നിർദ്ദേശിച്ചത് എന്നാണ് വിവരം. രാജേഷിനെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് EP ജയരാജൻ നിലപാടെടുത്തതും അത് MA ബേബി നടപ്പിലാക്കിയെന്നുമായിരുന്നു വിവരങ്ങൾ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി അടുത്ത ബന്ധമുള്ള ആളാണ് രാജേഷ് കൃഷ്ണ. അതുകൊണ്ട് ഈ ഹവാലാക്കാരനെ ഒന്ന് തൊടാൻ പോലും മറ്റ് നേതാക്കൾക്ക് കഴിയില്ല എന്നായിരുന്നു ഒരു ചർച്ചയൊക്കെ വന്നത്. എന്നാൽ പുഷ്പം പോലെ MA ബേബി തൂക്കി പുറത്തിട്ടു. ഇതെങ്ങനെ സാധിച്ചു എന്ന് ഒരുപക്ഷെ MV ഗോവിന്ദൻ തന്നെ ഒന്ന് ഞെട്ടിക്കാണും. ഇതിന് പിന്നിലാണ് പിണറായി വിജയൻ ചരട് വലിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി പിണറായിയും രാജേഷ് കൃഷ്ണയുടെ കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തു എന്നായിരുന്നു വിവരങ്ങൾ. ഈ സാഹചര്യത്തിലാണ് അതിവേഗത്തിൽ രാജേഷ് കൃഷ്ണയ്ക്ക് തിരികെ പോകേണ്ടി വന്നത്. സിനിമാ സംവിധായകയെ സാമ്പത്തികമായി കബളിപ്പിച്ചു എന്ന് കാട്ടി സംവിധായകയുടെ ഭർത്താവ് രാജേഷിനെതിരെ പാർട്ടിക്ക് പരാതിയൊക്കെ നൽകിയിരുന്നു. ഇതുൾപ്പെടെ രാജേഷിനെതിരെ പരാതികൾ കേന്ദ്ര കമ്മിറ്റിക്ക് മുൻപിൽ എത്തിയിരുന്നു. അതായത് ഒരുപാട് പരാതികളുണ്ട്. തുടർന്നാണ് ചൊവ്വാഴ്ച കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് രാജേഷിനെ തിരിച്ചയക്കാൻ തീരുമാനമുണ്ടായത്. അങ്ങനെ പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും രാജേഷ് ഔട്ട്. ഇതിനിടെ പോളിറ്റ് ബ്യൂറോ ആണ് തീരുമാനം എടുത്തതെന്ന വ്യാഖ്യാനം എളമരം കരീം നടത്തുകയും ചെയ്തു. അവതാരം എന്ന തിരിച്ചറിവ് ഇയാളെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഉണ്ടായി എന്നാണ് സൂചനകൾ. ഒരു മന്ത്രിയെ ഇത്തവണ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുക പോലും ചെയ്യാത്തതും രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധം കണക്കിലെടുത്താണെന്ന വിലയിരുത്തലും ഉണ്ട്. സിനിമാ നിർമ്മാതാവ് കൂടിയായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടത്രേ. മമ്മൂട്ടി നായകനായ പുഴു എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ രാജേഷ് പങ്കാളിയായിരുന്നു. ചിത്രവുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക പരാതികൾ ചിത്രത്തിന്റെ സംവിധായകയുടെ മുൻ ഭർത്താവ് ഉന്നയിച്ചിരുന്നു. ഇതോടെയാണ് രാജേഷ് കൃഷ്ണയെ മലയാളികൾ പോലും ഒന്ന് മനസ്സിലാക്കുന്നത്. അതായത് പാർട്ടിക്ക് വേണ്ടി പാർട്ടിയിൽ പലരുടെയും ബിനാമിയായി രാജേഷ് കൃഷ്ണ പ്രവർത്തിക്കുന്നു എന്നാണ് വിവരങ്ങൾ. പുഴു എന്ന സംവിധായകയുടെ മുൻ ഭർത്താവ് മുഹമ്മദ് ഹർഷാദാണ് അതിരൂക്ഷമായ വിമർശനങ്ങളും പല തെളിവുകളും രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ ഈ തട്ടിപ്പുകാരനെതിരെ ഹർഷാദ് സമാനതകളില്ലാതെ നടത്തിയ പോരാട്ടമാണ് ഇപ്പോൾ പാർട്ടിക്കാർക്ക് തന്നെ ഇയാളെ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് കാര്യങ്ങൾ. അതുവരെ രാജേഷ് കൃഷ്ണയുടെ പോക്കറ്റിലായിരുന്ന പല നേതാക്കളും ഇയാൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ പുറത്തു വന്നതോടെ ഒന്ന് പിന്നിലേക്ക് വലിയുകയായിരുന്നു. രാജേഷ് കൃഷ്ണയുടെ സുഹൃത്താണ് എന്ന് പിന്നീട് നേതാക്കൾ എവിടെയും
പറയാത്ത ഒരു സ്ഥിതി വരെ എത്തിയിരുന്നു. ഇത് മാത്രമല്ല, ബിനാമി പണത്തിന്റെ വഴിയെ ED-യുടെയും ആദായ നികുതി വകുപ്പിന്റെയും കണ്ണുകൾ എത്തിച്ചിരുന്നു. ഇതിനിടെയാണ് മധുരയിലെ CPM പാർട്ടി കോൺഗ്രസിൽ സിനിമയുടെ മറവിൽ CPM-ലെ പല പ്രമുഖരുടെയും സുഹൃത്തായി കൂടിയ രാജേഷ് കൃഷ്ണ സമ്മേളന പ്രതിനിധിയായി എത്തുന്നത്. ഇത് ഹർഷാദ് അറിഞ്ഞു. അവിടെയും ഹർഷാദ് നല്ല 8ന്റെ പണി വെച്ചു. രാജേഷ് കൃഷ്ണയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഹർഷാദ് MA ബേബിയോടാണ് പങ്കുവച്ചത്. ഒടുവിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പൊളിറ്റ് ബ്യൂറോ അംഗം അശോക് ദാവളെ എല്ലാം കേട്ടു. മധുരയിലെത്തിയ ഉടൻ ദാവളെ ഹർഷാദിന്റെ പരാതി ഗൗരവത്തിൽ പാർട്ടിയിൽ തന്നെ അവതരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ CPM രാജേഷ് കൃഷ്ണയെ പുറത്താക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു. ഭാവിയിൽ CPM കേന്ദ്ര കമ്മിറ്റിയും കേരളത്തിൽ നിയമസഭാ സീറ്റിൽ മത്സരിക്കുക തുടങ്ങിയ രാജേഷ് കൃഷ്ണയുടെ സ്വപ്നങ്ങളാണ് ഇപ്പോൾ തകർന്ന് അടപടലം പൊളിഞ്ഞു വീണത്. ആദ്യമായാണ് പ്രവാസിയായ ഒരാളെ വിദേശ പ്രതിനിധിയായി പാർട്ടി കോൺഗ്രസിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ പല നേതാക്കളുമായുള്ള രാജേഷ് കൃഷ്ണയുടെ ബന്ധമാണ് മധുരയിൽ വരെ കൊണ്ടെത്തിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതായി MV ഗോവിന്ദന്റെ മക്കൾക്ക് രാജേഷ് കൃഷ്ണയുമായി എന്താണ് ബന്ധം എന്നുള്ള ചോദ്യമാണ് ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ MV ഗോവിന്ദൻ പോലും തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.